ഫീല് ഫായില്. പിന്നെ ഇനി നമ്മൾ രണ്ടാമത്തെ സംസാരിക്കുന്നത് ഖബറിനെ കുറിച്ചാ. വൽ ഖബറു ഖബർ എന്ന് പറഞ്ഞാൽ ഹുവ അത് അൽ ഹദീസു ഒരു വർത്തമാനമാണ്. ഏതാ മുബ്തദ? അൽ ഖബറു, അതാണ് മുബ്തദ. ആ മുബ്തദ ഹദീസു ഒരു വർത്തമാനമാണ്, അതാണ് ഖബർ. അല്ല തതിമ്മു ബിഹി, അതുകൊണ്ട് പൂർണ്ണമാകും, അൽ ഫായിദത്തു ഉപകാരം. അപ്പൊ ഖബർ എന്നതൊരു വർത്തമാനമാണ്, അതൊരു സെന്റൻസ് ആണ്. ഖബർ കൊണ്ട് മാത്രം ആശയം കിട്ടൂല, ഏതും കൂടി കൂടണം, ഹദീസും കൂടി കൂടണം. നഹ്വു അൽ ഖമറു ജമീലുൻ, ചന്ദ്രൻ ഭംഗിയുള്ളതാണ്. നമ്മളിതിൽ ഏതിനെ കുറിച്ച് ചർച്ച ചെയ്യണത്? അൽ ഖമറു ചന്ദ്രൻ, ജമീലുൻ ഭംഗിയുള്ളതാണ്. ആരെ കുറിച്ചാ ചർച്ച ചെയ്യണത്? ഖമറിനെ കുറിച്ച്. അപ്പൊ ഖമറാണ് മുബ്തദ. ആ ഖമർ എന്താണ് എന്നാണ് പഠിച്ചു തരുന്നത്? ജമീലുൻ, അതാണ് ഏത്? ഖബർ. ഇനിയോ വഫീ ഹാദിഹിൽ ജുംലത്തി, ഈ സെന്റൻസിലെ, ഏത് സെന്റൻസിലെ? അൽ ഖമറു ജമീലുൻ എന്ന സെന്റൻസിൽ നുരീദു നാം ഉദ്ദേശിക്കുന്നു, അന്ന തഹദ്ദസ നാം സംസാരിക്കാൻ, അനിൽ ഖമരി ഇതിനെ കുറിച്ച് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, ഖമറിനെ കുറിച്ച്. അപ്പൊ ഖമർ മുബ്തദയാണ്. അതാ വഫീ ഹാദിഹിൽ ജുംലത്തി, ഈ സെന്റൻസില് നുരീദു നാം ഉദ്ദേശിക്കുന്നു, അന്ന തഹദ്ദസ നാം സംസാരിക്കാൻ, അനിൽ ഖമരി എന്തിനെ പറ്റി? ഖമറിനെ പറ്റി. അതുകൊണ്ട് തന്നെ ഫലഫുൽ ഖമരി, ഖമർ എന്നുള്ള പദം മുബ്തദ, ഉന്നത് മുബ്തദയാണ്. ഖമർ മുബ്തദ. വനുരീദു നാം ഉദ്ദേശിക്കുന്നു, അന്നഖൂല നാം പറയാൻ ഉദ്ദേശിക്കുന്നു, എന്ത്? ഇന്നഹു തീർച്ചയായിട്ടും ആ ചന്ദ്രൻ ജമീലുൻ ഭംഗിയുള്ളതാണ് എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഫലഫുൽ ജമീലിൻ, അപ്പൊ ജമീൽ എന്നുള്ള പദം ഖബറുൻ, ഏതുവാണ്? ഖബറാണ്. അപ്പോ അൽ ഖമറു ജമീൽ എന്ന് പറഞ്ഞാൽ അൽ ഖമറു മുബ്തദ, ജമീലുൻ ഖബർ. അഥവാ നുരീദു നാം ഉദ്ദേശിക്കുന്നു, അന്നഖൂല നാം പറയാൻ, എന്ത് പറയാൻ ഉദ്ദേശിക്കുന്നു? ഇന്നഹു തീർച്ചയായിട്ടും ആ ചന്ദ്രൻ ജമീലുൻ എന്തുള്ളതാണ്? എന്തുള്ളതാണ്? ഭംഗിയുള്ളതാണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ജമീൽ എന്നുള്ളത് എന്താണ്? ഖബറാണ്. അതാ ഫലഫുൽ ജമീൽ, ജമീലി എന്ന പദം ഖബറുൻ, അത് ഖബറാണ്. കഴിഞ്ഞു. അവ മുബ്തദ എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊരു ഇസ്മിനെ കുറിച്ചാണോ നമ്മൾ സംസാരിക്കുന്നത് അതാണ് മുബ്തദ. ആ ഇസ്മി എന്താണ് എന്ന് മനസ്സിലാക്കി തരുന്ന രണ്ടാമത്തെ നൗണിനാണ് എന്ത് എന്ന് പറയുന്നത്? ഖബർ എന്ന് പറയുന്നത്. ഇനിതാ പറയണേ, അൽ മുബ്തദഉ മുബ്തദയും വൽ ഖബറു ഖബറും മർഫൂആനി, അത് രണ്ടും മർഫൂആണ്. മുബ്തദയും മർഫൂആണ്, ഖബറും മർഫൂആണ്. എന്താ ഇവിടെ തർക്കീബ്? അൽ മുബ്തദഉ മുബ്തദ വൽ ഖബറു ഖബറും, വാവ് മർഫൂആനി, രണ്ടും മർഫൂആണ്, റഫഅ ചെയ്യപ്പെട്ടതാണ്. അതാണ് ഏത്? ഖബർ. ഖബറിന് റഫഅ എവിടെ? മർഫൂഉൻ ബിൽ അലിഫ്. ഇനി നോക്കിക്കോളി, ഇനി എന്തൊക്കെയാണ് മുബ്തദാന്റെ ഖബറാണ് പറയാൻ പോകുന്നത്. മിൻ അഹ്കാമിൽ മുബ്തദഇ, മുബ്തദയുടെ വിധികളിൽ പെട്ടതാണ്. എന്താ മുബ്തദന്റെ നിബന്ധന? എന്തായിരിക്കണം മുബ്തദ, എന്താകരുത്? മുബ്തദ ഒന്നിരിക്കൽ ഇസ്മുൻ സരീഹുൻ, എന്തേക്കാരം? വ്യക്തമായ ഇസ്മ. അല്ലെങ്കിൽ ഏതേക്കാരം മുബ്തദ? മസ്ദറുൻ മുഅവ്വലുൻ, എന്തേക്കാരം? വ്യാഖ്യാനിക്കപ്പെടുന്ന എന്ത്? മസ്ദർ.
മസ്ദർ അതാ പറയണേ. അൽ മുബ്തദ എന്ന് പറഞ്ഞാൽ ഇമ്മാ ഇസ്മുൻ സരീഹുൻ, ഒന്നിരിക്കൽ ഏതാണ്? വ്യക്തമായ ഇസ്മാണ്. എന്താ വ്യക്തമായ ഇസ്മ എന്നാൽ അവിടെ ഏതിന്റെ ആവശ്യം വരൂല? എന്താ വ്യക്തമായ ഇസ്മ? വിശദീകരണത്തിന്റെ ആവശ്യമല്ല എന്നല്ല. എന്തിന്റെ ആവശ്യമല്ല? എത്ര വട്ടായി പറയുന്നു വ്യക്തമായതെന്ന് പറഞ്ഞാൽ അവിടെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യം ഉണ്ടാവൂല. ഇസ്മു മുഅവ്വലാവുമ്പോ അവിടെ എന്ത് വേണം? വ്യാഖ്യാനിക്കണം. അപ്പൊ ഇസ്മുൻ സരീഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തിന്റെ ആവശ്യമില്ല? വ്യാഖ്യാനിക്കേണ്ട ആവശ്യം ഇല്ല. അതാ അൽ ഇമ്മാ ഇസ്മുൻ സരീഹുൻ, ഒന്നിരിക്കൽ വ്യക്തമായ ഇസ്മാണ്. വ ഇമ്മാ മസ്ദറുൻ മുഅവ്വലുൻ, ഒന്നിരിക്കൽ മുബ്തദ ഏതൈകാരം? വ്യാഖ്യാനിക്കപ്പെടുന്ന മസ്ദർ. വ ഇമ്മാ മസ്ദറുൻ മുഅവ്വലുൻ, എന്താ അർത്ഥം? ഒന്നിരിക്കൽ വ്യാഖ്യാനിക്കപ്പെടുന്ന മസ്ദർ. ഏതാ വ്യാഖ്യാനിക്കപ്പെടുന്നത്? അതിന്റെ അർത്ഥം അവല വ്യാഖ്യാനിച്ചു, യുഅവ്വിലു വ്യാഖ്യാനിക്കും, മുഅവ്വിലി വ്യാഖ്യാനിക്കുന്നവൻ, മുഅവ്വല് എന്നാൽ വ്യാഖ്യാനിക്കപ്പെട്ടത്. വഇമ്മ ഒന്നിരിക്കൽ ആ മുബ്തദ മസ്ദറുൻ മുഅവ്വലുൻ, വ്യാഖ്യാനിക്കപ്പെടുന്ന മസ്ദറൈകാരം. അപ്പൊ മുബ്തദ രണ്ട് രൂപത്തിൽ വരാം. ഏതാ രണ്ട് രൂപം? ഒന്നിരിക്കൽ ഇസ്മുൻ സ്വരീഹുൻ, വ്യക്തമായ ഇസ്മി എന്ന് പറഞ്ഞാൽ അവിടെ എന്തിന്റെ ആവശ്യം ഉണ്ടാവൂല? ആവശ്യമുണ്ടാവൂല. രണ്ടാമത്തത് മസ്ദറുൻ മുഅവ്വലുൻ, വ്യാഖ്യാനിക്കപ്പെടുന്ന മസ്ദർ. അപ്പൊ അവിടെ നേർക്ക് നേരെ മുബ്തദല്ല, പക്ഷെ എന്തുകൊണ്ട് വ്യാഖ്യാനിക്കണം? മസ്ദർ കൊണ്ട് വ്യാഖ്യാനിക്കണം. നോയിക്കോളീം. അല്ലാഹു റബ്ബുന, അല്ലാഹു പടച്ചവൻ, റബ്ബുന അവൻ നമ്മളുടെ റബ്ബാണ്. ഇവിടെ ഏതാ മുബ്തദ? ഏതാ മുബ്തദ? അല്ലാഹു. അത് ഇസ്മുൻ സരീഹ, ഒരു വ്യാഖ്യാനം അവിടെ ആവശ്യമല്ല. അല്ലാഹ് അല്ലാഹ് തന്നെ. അല്ലാഹു മുബ്തദ, റബ്ബു ഖബറു ആണ്. പ്ലസ് ഏതുമാണ്? മുളാഫ് മുളാഫുൻ ഇലൈഹി. ഇനി രണ്ടാമത്തത് അൽ ഖിറാഅത്തു, വായന, മുഫീദത്തുൻ ഉപകാരമുള്ളതാണ്. എന്താണ്? വായന എന്തുള്ളതാണ്? ഉപകാരമുള്ളതാണ്. ഏതാ മുബ്തദ? അൽ ഖിറാഅത്തു, വ്യക്തമായ ഇസ്മ, വ്യാഖ്യാനിക്കണ്ട. അൽ ജുലൂസു ഇരിക്കൽ, ഹുന ഇവിടെ, മംനൂൻ പാടില്ലാത്തതാണ്. അൽ ജുലൂസു ഇരിക്കൽ, ഹുന ഇവിടെ, മംനൂൻ പാടില്ലാത്തതാണ്. ഇവിടെ ഏതാ മസ്ദർ? ഏതാ മുബ്തദ? അൽ ജുലൂസ്. അത് ഇസ്മുൻ സരീഹ, എന്തിന്റെ ആവശ്യമില്ല? വ്യാഖ്യാനിക്കേണ്ട ആവശ്യം ഇല്ല. അതാണ് ഇസ്മുൻ സരീഹ്. നഹ്നു ഞങ്ങള്, തുല്ലാബു ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. അവിടെ മുബ്തദ ഏതാ? ഇസ്മുൻ സരീഹാണ്. ഏതാ ഇസ്മുൻ സരീഹ്? നഹ്നു. എന്തിന്റെ ആവശ്യമില്ല? വ്യാഖ്യാനിക്കേണ്ട ആവശ്യം ഇല്ല. ഇനി രണ്ടാമത്തതാണ് ഏത്? മുബ്തദ വ ഇമ്മാ മസ്ദറുൻ മുഅവ്വലുൻ, ഒന്നിരിക്കൽ മുബ്തദ ഏതൈകാരം? വ്യാഖ്യാനിക്കപ്പെടേണ്ട മസ്ദറൈകാരം. എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ഫീലൈകാരം. നമ്മൾ എന്താക്കണം? ആ ഫീലിന്റെ ഏതിനെടുക്കണം? മസ്ദർ എടുക്കണം. ഇനി നോക്കിക്കോളീം. വഅൻ തസൂമു, നിങ്ങൾ നോമ്പ് നോൽക്കുക എന്നുള്ളത്, ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ്. ഇവിടെ വാൻ തസൂമു എന്ന് പറയുന്ന ഒറ്റടിക്ക് മുബ്തദ അല്ല. അന്നർഫ് നാസിബ്.
തസൂമു ഫിഇലുൻ മുളാരിഉൻ മൻസൂബുൻ ബിഹദ്ഫിൻ നൂനി. ഇങ്ങനെ പറയാ അൽ മസ്തറുൽ മുഅവ്വലു മുബ്തദഉൻ. ഏതാ ഫീൽ ഏതാ? സാമ യസൂമു. അതിന്റെ മസ്തറാണ് ഏത്? സിയാമ്. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കണം? സിയാമുക്കും ഖൈറുൽ ലക്കും. സാമ യസൂമുന്റെ മസ്തറാണ് ഏത്? സിയാം. ആ മസ്തറിനെ വ്യാഖ്യാനിച്ച് എങ്ങനെ കൊണ്ടുവരും? സിയാമുക്കും, നിങ്ങൾ നോമ്പ് നോൽക്കല്, ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഖൈറാണ്. അതാണ് മസ്തർ മുഅവ്വൽ പറഞ്ഞ. അവിടെ വാം തസൂമു എന്നുള്ളത് ഒറ്റടിക്ക് ഏതിൽ പെടൂല? മുഖത്തതായിട്ട് വരൂല. പറയേണ്ടത് അന്നർഫി നാസിബ് തസൂമു ഫിഇലുൻ മുളാരിഉൻ മൻസൂബുൻ ബിഹദ്ഫിൻ നൂനി. അൽ മസ്തറുൽ മുഅവ്വലു മുബ്തദഉൻ ഖൈറുൽ ലക്കും, അതാണ് ഖബർ. വഅൻ തഅഫു അഖ്റബു ലിത്തഖ്വാ. വഅൻ തഅഫു, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക എന്നത്, അഖ്റബു, അത് ഏറ്റവും അടുത്തതാണ്, ലിത്തഖ്വ, ഭക്തിയിലേക്ക് ഏറ്റവും അടുത്തതാണ്. ഇതൊക്കെ ഖുർആന്റെ ആയത്താ. വഅൻ തഅഫു, നിങ്ങൾ എന്താക്കുക? വിട്ടുവീഴ്ച ചെയ്യുക. അഖ്റബു, ഏറ്റവും അടുത്തതാണ്, ലിത്തഖ്വ, ഭക്തിയിലേക്ക്. അന്നർഫി നാസിബ് തഅഫു അഫാ യഅഫു തഅഫു. ജംഅ എങ്ങനെ വരിക? തഅഫൂന. അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? അന്ന് വന്നപ്പോ ഏത് പോയതാണ്? പറഞ്ഞതാ. അപ്പൊ അന്നർഫി നാസിബ് തഅഫു ഫിഇലുൻ മുളാരിഉൻ മൻസൂബുൻ ബിഹദ്ഫിൻ നൂനി. നമ്മൾ എന്ത് പറയണം? അൽ മസ്തറുൽ മുഅവ്വലു മുബ്തദഉൻ അഫുവുകും ഖൈറുൽ അഖ്റബു ലിത്തഖ്വാ. അഫാ യഅഫു എന്നുള്ളതിന്റെ മസ്തർ അഫുവ് എന്നാണ്. അപ്പൊ എങ്ങനെ പറയാ? അഫുവുകും, നിങ്ങൾ നന്മ ചെയ്യുക എന്നുള്ള, വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത്, അഖ്റബു ലിത്തഖ്വാ, അത് എന്തിലേക്ക് അടുത്തതാണ്? തഖ്വയിലേക്ക് അടുത്തതാണ്. അതാണ് മസ്തർ മുഅവ്വൽ. അപ്പോ അന്നും ഫീലും വന്നോടത്താണ് ഏത് മുബ്തദ ഉണ്ടാകുക? മസ്തർ മുഅവ്വൽ ഉണ്ടാകുക. ആ ഇനി തഅരീഫുൽ മുബ്തദഇ, മുബ്തദയുടെ നിർവചനം. അതേപോലെ വതൻഗീറുഹു, ആ മുബ്തദാനെ നക്കിറയാക്കലും. ആ മുബ്തദാനെ എന്താക്കുക? നക്കിറയാക്കുക. ആ നല്ലോണം മനസ്സിലായിക്കോളി. ഇതിലെന്താ പറയണത്? തഅരീഫുൽ മുബ്തദഇ, മുബ്തദയുടെ നിർവചനം. വതൻഗീറുഹു, ആ മുബ്തദാനെ എന്താക്കലും? മുബ്തദയുടെ അടിസ്ഥാനം മുബ്തദ മഅരിഫ ആകണം എന്നാ. മുബ്തദയുടെ അടിസ്ഥാനം ഏതാകണം? മഅരിഫ ആകണം. മഅരിഫ എത്രണ്ണം പറഞ്ഞിരിക്കണ ഓർമ്മ ഉണ്ടോ? മഅരിഫ എത്രണ്ണം ഉണ്ട്? 7 എണ്ണം. 7 എണ്ണം. ഏതൊക്കെ? ലമീർ, ഇസ്മുൽ ഇശാറ, അസ്മാഉൽ മൗസൂല, അലിഫ് ലാം ഉള്ളത്, പിന്നെ മഅരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടത്, പിന്നെ എത്രണ്ണായിപ്പോ? ഒന്ന് ലമീർ, രണ്ടാമത്തെ ഇസ്മുൽ ഇശാറ, മഅരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടത്, പിന്നെ അലിഫ് ലാം ഉള്ളത്, പിന്നെ മൗസൂല്. എത്രണ്ണായി? 5 എണ്ണായി. ഒന്നും കൂടി ഉണ്ട്. അതേതാണ്? 5 എണ്ണം ഇവിടെ പറഞ്ഞു. 6 ഒന്നാമത്തെ കൂടി ഉണ്ട്. എവിടെയൊക്കെ പറഞ്ഞു ഓർമ്മ ഉണ്ട്. ഇതില് ഏതെങ്കിലും ഒന്ന് ഏതായോ?
അപ്പൊ ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒന്നാകണം മാരിഫ, അതാണ് അതിന്റെ അടിസ്ഥാനം. അപ്പൊ ഒരു മുബ്തദയുടെ അടിസ്ഥാനം എന്താണ്? അതെന്താകണം എന്നുള്ളതാ? മാരിഫയാകണം. മുബ്തദ നെക്കിറയാകണമെങ്കിൽ പ്രത്യേകമായ കാരണം ഉണ്ടെങ്കിൽ മാത്രമേ മുബ്തദ നെക്കിറയാവുള്ളൂ. പറയണ മനസ്സിലായോ? മുബ്തദയുടെ അടിസ്ഥാനം, ആ മുബ്തദ എന്തായിരിക്കണം? മാരിഫയാണെന്ന് പറഞ്ഞാൽ ലമീർ ആകണം, അല്ലെങ്കിൽ ഇസ്മുൽ ഇഷാറ ആകണം, അല്ലെങ്കിൽ മാരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടതാകണം, അല്ലെങ്കിൽ അലിഫിലാമുള്ളതാകണം, അല്ലെങ്കിൽ മൗസൂല ആകണം. ഇതാണ് അടിസ്ഥാനം. എന്നാൽ മുബ്തദ നെക്കിറയായി വരണമെങ്കിൽ എന്തുണ്ട്? ചില നിബന്ധനകള് ഉണ്ട്. ആ നിബന്ധനകൾ ഒത്തു വന്നാൽ മാരിഫയാകേണ്ട മുബ്തദ ഏതാകാ? നെക്കിറയാകാ. ആറാമത്തെ മാരിഫ ഏതാ? എല്ലാ അലമുകളും. അയ്വാ, കറക്റ്റ്. അതാണ് അലമ്. അപ്പൊ 6 ഈ 6 ഒന്നും കൂടി ഉണ്ട് തോന്നുന്നുണ്ട്, എന്റെ ഓർമ്മയിലില്ല. ഇവിടെ പറഞ്ഞിട്ട് പോയിക്കണേ. ഈ പറയപ്പെട്ടതിൽ ഏതെങ്കിലും ഒന്നാകണം. ഏത്? ആര്? മുബ്തദ. ആ മുബ്തദ മാരിഫയാകണം. എന്താകാൻ പാടില്ല? നെക്കിറയാകാൻ പാടില്ല. ഏതാകണം? മുബ്തദ മാരിഫയാകണം. ഏതാകരുത്? നെക്കിറയാകണം. നെക്കിറയാകണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. അത് പിന്നെ പറയുന്നു. നോക്കിക്കോളി. മുബ്തദയുടെ അടിസ്ഥാനം അയ്യകൂന, ആ മുബ്തദയായിരിക്കലാണ്. മഅരിഫതൻ, മഅരിഫയായിരിക്കലാണ്. അതാണ് അൽ അസ്ലു ഫിൽ മുബ്തദഇ. എന്താർത്ഥം? മുബ്തദയുടെ അടിസ്ഥാനം അയ്യകൂന, ആരായിരിക്കലാണ്? ആ മുബ്തദ ആയിരിക്കലാണ്. മഅരിഫതൻ, ആരായിരിക്കലാണ്? മഅരിഫയായിരിക്കുക. കമാഫിൽ അംസിലത്തിൽ ആത്തിയ, താഴെ വരുന്ന ഉദാഹരണങ്ങളിലുള്ളതുപോലെ. താഴെ വരുന്ന ഉദാഹരണങ്ങളൊക്കെ മുബ്തദയാണ്. അൽ മുബ്തദഉ തഹ്തഉ ഖത്തുൻ, താഴെ വരട്ടതാണ് മുബ്തദ. ഈ ഉദാഹരണത്തിൽ ഏതാണ് മുബ്തദ? താഴത്തെ ഏതിട്ടതാണ്? വരയുള്ളത്. അപ്പോ അൽ അസ്ലു ഫിൽ മുബ്തദഇ, മുബ്തദയുടെ അടിസ്ഥാനം അയ്യകൂന, ആ മുബ്തദയായിരിക്കലാണ്. മഅരിഫതൻ, മഅരിഫയായിരിക്കലാണ്. കമാഫിൽ അംതിലത്തിൽ ആത്തിയത്തി, താഴെ വരുന്ന ഉദാഹരണങ്ങളിലുള്ളതുപോലെ. അൽ മുബ്തദഉ, മുബ്തദ, തഹ്തഹു ഖത്തുൻ, താഴെ വരയുള്ളതാണ് മുബ്തദ. അൽ മുബ്തദഉ, മുബ്തദ, തഹ്തഹു, ആ മുബ്തദാന്റെ താഴെയുണ്ട് ഖത്തുൻ, ഏതുണ്ട്? വരയുണ്ട്. പൽ മുബ്തദഉ മുബ്തദയാണ്. അത് മഅരിഫയാണോ നെക്കിറയാണോ? അല്ലുണ്ട്. അൽ അസ്ലു മുബ്തദയാണ്. നെക്കിറയാണോ മഅരിഫയാണോ? മഅരിഫയാണ്. എന്തുകൊണ്ട്? അല്ലുണ്ട്. നോക്കിക്കോളി. മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനാണ്. അന മുദരിസുൻ, ഞാൻ അധ്യാപകനാണ്. ഹാദാ മസ്ജിദുൻ, ഇത് പള്ളിയാണ്. അല്ലദീ യഅ്ബുദു ഗൈറല്ലാഹ്, അല്ലാഹ് അല്ലാത്തവരെ ആരാധിക്കുന്നവൻ, മുശ്രിക്കുന്നവൻ മുശ്രിക്കാണ്. അൽ ഖുർആനു, ഖുർആന് കിതാബുല്ലാഹി, അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. മിഫ്താഹുൽ ജന്നത്തി, സ്വർഗത്തിന്റെ ചാവി. അസ്സലാത്തു, നമസ്കാരമാണ്. 6 മുബ്തദയുണ്ട്, 6 മഅരിഫാന്റെ ഇനമുണ്ട് അതില്. എത്ര ഉദാഹരണം വന്നേ? 6 ഉദാഹരണം. ഈ 6 ഉദാഹരണം ഏതിൽപ്പെട്ടതാണ്? മഅരിഫയുടെ 6 ഇനങ്ങൾ ഇതിൽ വന്നു. മുഹമ്മദുൻ റസൂലുള്ളാഹി, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ്. മുഹമ്മദുൻ മുബ്തദ, റസൂലു ഖബർ പ്ലസ് അല്ലാഹി മുദാഫ് ഇലൈഹി. ഇവിടെ മുബ്തദ മഅരിഫയായി. മഅരിഫാന്റെ ഏതാ ഇനം?
അലമ്. ശരിയാണ്. അന ഞാന് മുദരിസുൻ അധ്യാപകനാണ്. ഏതാ മുബ്തദ? അന അന. ഏതാ ഏനാം? ضمير ആദാ മസ്ജിദുൻ. ഇത് പള്ളിയാണ്. ഏതാ മുബ്തദ? هذا എന്താ ഏതിൽപ്പെട്ടതാ? ഇസ്മുൽ ഇഷാറ. അല്ലദീ ഒരാള്. എങ്ങനത്തെ ഒരാള്? യഅ്ബുദു അവൻ ആരാധിക്കും. ഗൈറല്ലാഹി അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ഒരുത്തൻ. മുശ്രിക്കുൻ അവൻ മുശ്രിക്കാണ്. ഏതാ മുബ്തദ? ഏതാ ഖബർ? الذي അല്ലദീ മുബ്തദ. ഏതാ ഖബർ? مشركون മുശ്രിക്കുൻ. കണ്ടങ്ങള് അല്ലദീ ഏതാ? ഏത് ഇനത്തിൽപ്പെട്ടതാ? موصول മൗസൂല്. അൽ ഖുർആനു ഖുർആൻ കിതാബുല്ലാഹി അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. ഏതാ മുബ്തദ? القرآن അൽ ഖുർആൻ. മഅരിഫന്റെ ഏത് ഇനത്തിൽപ്പെട്ടതാ? ألف لام അലിഫ് ലാം ഉള്ളത്. മിഫ്താഹുൽ ജന്നതി സ്വർഗ്ഗത്തിന്റെ താക്കോല്. അസ്സലാത്തു എന്താണ്? നമസ്കാരമാണ്. ഏതാ? മിഫ്താഹു മുബ്തദ പ്ലസ് മുലാഫ്. അൽ ജന്നതി അസ്സലാത്തു ഖബർ. എങ്ങനെ ഇവിടെ മുബ്തദാന്റെ ഏതാ ഇനാം? خلافته മഅരിഫയിലേക്ക് അറിയും. വെറും ഇലാഫത്ത് അറിയാം. അതെ, മിഫ്താഹി നക്കിറയാണ്. പക്ഷെ ആ മിഫ്താഹിനെ എവിടേക്ക് ഇലാഫത്ത് ചെയ്തോ? الجنة അൽജന്ന അറിയണ സാധനം ഏതാ? മഅരിഫയാണ്. അപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ആരും മഅരിഫയായി. ഇതാണ് അടിസ്ഥാനം. ഇത് പഠിച്ചേക്കുക. മുബ്തദയുടെ അടിസ്ഥാനം അതെന്തായിരിക്കണം? മഅരിഫയായിരിക്കും. എന്നാൽ ചില നിബന്ധനകൾ ഒത്തു വന്നാൽ ആ മുബ്തദ ഏതാകാ? മഅരിഫയാകാന്നല്ല, നെക്രയാകാം. ഇനി മഅരിഫന്റെ കഴിഞ്ഞു. ഇനി മുബ്തദ ഉപാധി ഇല്ലാതെ മുബ്തദ ഏതാകൂല? നെക്രയാകൂല. നെക്കിറ മുബ്തദയാകണമെങ്കിൽ ചില ഉപാധികളുണ്ട്. ഉപാധികൾ പറഞ്ഞാൽ എന്താ? ചില ഷർത്തുണ്ട്. ഒന്നാമത്തെ ഷർത്ത് എന്താ? നോയിക്കോളി. വഖദി യകൂനുൽ മുബ്തദഉ. ചിലപ്പോൾ മുബ്തദയാകും. നെക്കിറത്തൻ എന്താകും? നെക്കിറയാവും. എന്തോടുകൂടെ? ബിശുറൂത്തിൻ. എന്തോടുകൂടെ? ഷർത്തുകളോടുകൂടെ. എന്താ അവിടെ നെക്കിറത്ത് എന്നുള്ളതിന്റെ തർക്കീബ് എന്താ? ഏതാ ഖബറ്? നോയിക്കോളി. എപ്പോഴാണ് നെക്കിറ മുബ്തദയാന്ന് മനസ്സിലായില്ലേ? വഖദി യകൂനുൽ മുബ്തദഉ. ചിലപ്പോൾ മുബ്തദയാകും. നെക്കിറത്തൻ എന്താകും? ബിശുറൂത്തിൻ. എന്തോടുകൂടെ? ചില ഷർത്തുകളോടുകൂടെ. മിൻഹ ആ ഷർത്തുകളിൽപ്പെട്ടതാണ് എന്ത്? അയ്യകൂനൽ ഖബറു ശിബ്ഹൽ ജുംല. ഖബർ ഏതാകാ? ശിബ്ഹുൽ ജുംല. അപ്പൊ ഒരു മുബ്തദയുടെ ഖബർ ശിബ്ഹുൽ ജുംല ആണെങ്കിൽ ആ സെന്റൻസിൽ മുബ്തദ ആരാകാ? നെക്കിറയാകാ. അതാണ് ഒന്നാമത്തത്. നെക്കിറ മുബ്തദയാകണമെങ്കിലുള്ള ഒന്നാമത്തെ നിബന്ധന എന്താ? മുബ്തദയുടെ ഖബർ ഏതാകണം? ശിബ്ഹുൽ ജുംല. ശിബ്ഹുൽ ജുംല അതിൽ ഏതൊക്കെ പെട്ടുക്കണേ? ശിബ്ഹുൽ ജുംലയിൽ ഏതൊക്കെ പെട്ടോ? ജാർ മജ്റൂർ മുളാഫ് മുളാഫിനല്ലേ? അല്ല, ജാർ മജ്റൂർ ളർഫ് ളർഫ് സോറി ളർഫ് ളർഫ് സോറി. അതാണ് ശിബ്ഹുൽ ജുംല. ജാർ മജ്റൂർ എവിടെ വന്നാലും അതിന്റെ അർത്ഥം ജാർ മജ്റൂറോ ഖബറ അല്ല, ജാർ മജ്റൂറോ അല്ലെങ്കിൽ ലർഫോ ഇക്കാറുണ്ടാകും. അതാണ് ശിബ്ഹുൽ ജുംല. മുബ്തദയുടെ ഖബർ എന്തായിട്ട് വരുമ്പോ ലർഫോ ജാർ മജ്റൂറോ ആകുമ്പോഴാണ് എന്തെന്ന് പറയുന്നത്? ശിബ്ഹുൽ ജുംല.
അപ്പൊ എന്താ പഠിപ്പിക്കണത്? ഒരു മുബ്തദയുടെ ഖബറ് ഷിബ്ഹുൽ ജുംലയാണെങ്കിൽ ആ സെന്റൻസിൽ മുബ്തദ ആരാകാ? നക്കിറയാകാം. ഖബർ എന്താണെങ്കിലേ ഷിബ്ഹുൽ ജുംല ആണെങ്കിൽ നോക്കിക്കോടി. ദാ പറയുന്നതാ അൽ മുറാദു ബി ശിബ്ഹിൽ ജുംലതി, ഷിബ്ഹുൽ ജുംല എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അൽ-ലർഫു, ഏതാണ്? ലർഫാണ്. വൽ ജാറു വൽ മജ്റൂറു, ആരുമാണ്? ജാറു മജ്റൂറുമാണ്. പിന്നെ അതോടൊപ്പം എന്താകും വേണം? വഅയതഖദ്ദമ, ആ ഖബർ മുന്തുകയും വേണം അലൽ മുബ്തദഇ, മുബ്തദനേക്കാൾ. കണ്ടോ? ഖബർ ഏതാകണം? ഖബർ ഒന്നാമത്തെ നിബന്ധന എന്താ? ഖബർ ഏതാകണം? ഷിബ്ഹുൽ ജുംല. ആ ഷിബ്ഹുൽ ജുംലയായ ഖബർ ആരേക്കാൾ മുന്തും വേണം? മുബ്തദനേക്കാൾ മുന്തും വേണം. അപ്പൊ അവിടെ മുബ്തദ മുഅഖറും ഏതുകൊണ്ട്? ഖബർ മുഖദ്ദം. പറയണ മനസ്സിലാവുണ്ടോ? അപ്പൊ നോക്കിക്കോളി, ഉദാഹരണം പറയട്ടെ. എന്താണ്? അയ്യകൂനൽ ഖബറു വഖദ് യകൂനുൽ മുബ്തദഉ, മുബ്തദയാകും നകിറത്തൻ, നകിറയാകും ബിശുറൂത്തിൻ, ചില നിബന്ധനകളോടുകൂടെ. ഒന്നാമത്തെ നിബന്ധന അയ്യകൂനൽ ഖബറു, ഖബറായിരിക്കുക, ശിബ്ഹ ജുംലത്തിൻ, ഖബർ ശിബ്ഹുൽ ജുംലയാകുക. അൽ മുറാദു ബി ശിബ്ഹിൽ ജുംലത്തി, ശിബ്ഹ് ജുംല കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അൽ-ലർഫു, ലർഫാണ്. വൽ ജാറു വൽ മജ്റൂറു, ജാറു മജ്റൂറുമാണ്. അതിന്റെ ഇടയിൽ വന്നൊരു ജുംലയാണ്. ഇനി പറയാൻ പോണ എന്താ? അയ്യകൂനൽ ഖബറു, ഖബറാകുക, ശിബ്ഹ ജുംലത്തിൻ, ശിബ്ഹ് ജുംല ആകുക. പിന്നെ എന്തോ ആകുക? വഅയതഖദ്ദമ, ആര് മുന്തുക? ഖബർ മുന്തണം. ലർഫുൻ ജാർ മജ്റൂറായ ഖബർ മുന്തണം അലൽ മുബ്തദഇ, ആരേക്കാൾ? മുബ്തദനേക്കാൾ. അപ്പോ ഖബർ ശിബ്ഹുൽ ജുംലയായി ഖബർ മുബ്തദാനേക്കാൾ മുന്തുകയും ചെയ്താൽ ആ സെന്റൻസിൽ മുബ്തദ എന്താകാ? നോക്കിക്കോളി. ഇന്ധന, എന്റെ അടുക്കലുണ്ട്. സയ്യാറത്തുൻ, ഒരു കാറുണ്ട്. സയ്യാറത്ത് എന്നുള്ളത് നക്കിറയാണ്, അത് മുബ്തദയാണ്. അപ്പൊ ഇവിടെ നക്കിറ മുബ്തദയായി വരാനുള്ള കാരണം എന്താ? സയ്യാറത്തിന്റെ ഖബറാണേത്? അതേതാ? ഷിബ്ഹുൽ ജുംലയാണ്. ഷിബ്ഹുൽ ജുംലയാണ്. അത് ആരേക്കാൾ മുന്തിയും ചെയ്തിക്കണേ? മുബ്തദയേക്കാൾ മുന്തിയും ചെയ്തിക്കണേ. അപ്പൊ ഒന്നാമത്തെ നക്കിറ മുബ്തദയാകാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ? ഒന്ന് ഷിബ്ഹുൽ ജുംല ഖബറാകുക, അതോടൊപ്പം ഷിബ്ഹുൽ ജുംലനേക്കാൾ ആര് പിന്തുക? മുബ്തദ പിന്തുക, ആര് മുന്തുക? ഖബർ മുന്തുക. ഇതാ പറയണേ, പുനാ, ഇവിടെ സയ്യാറത്തുൻ, സയ്യാറത്തുൻ എന്നുള്ളത് മുബ്തദഉൻ, ഏതാ? മുബ്തദയാണ്. പുനാ, ഇവിടെ സയ്യാറത്തുൻ, സയ്യാറത്ത് എന്നുള്ളത് മുബ്തദഉൻ, മുബ്തദയാണ്. വല്ലർഫു ഇൻദ, ഇൻദ എന്ന് പറയുന്ന ലർഫ് ഖബറുൻ, ആരാണ്? ഖബറാണ്. അപ്പൊ എന്താ പഠിപ്പിച്ചത്? മുബ്തദയുടെ അസ്ല് മുബ്തദ ആരാകണം? മുബ്തദ നക്കിറയായി വരണമെങ്കിൽ ചില നിബന്ധന ഉണ്ട്. ഒന്നാമത്തെ നിബന്ധന എന്താ? ഷിബ്ഹുൽ ജുംല ഖബറാകുക. ആ ഷിബ്ഹുൽ ജുംല ആരേക്കാൾ മുന്തുക? അങ്ങനെ വന്നാൽ നക്കിറ എന്താകാം? മുബ്തദ നക്കിറ ആകാം. ഇവിടെ ഏതാ മുബ്തദ? സയ്യാറത്ത്. അതെന്തായിട്ട് വന്നു? നക്കിറയായിട്ട് വന്നു. പിന്നെ ഒന്ന് വന്നാ പോരല്ലോ? എങ്ങനെ? രണ്ട് കണ്ടീഷനും ഒന്നിച്ചു വരണം. ഒന്ന് വന്നാല് ഒന്നിച്ചു വരണം. രണ്ട് കണ്ടീഷനും ഒന്നിച്ചു വരണം. ഷിബ്ഹുൽ ജുംല ഖബറാവും വേണം. ആ ഷിബ്ഹുൽ ജുംല ആരേക്കാൾ മുൻപും വേണം? മുബ്തദയേക്കാൾ. വെറും ഷിബ്ഹുൽ ജുംല ആയാ പോരാ.
ആ ഷിബുൽ ജുമ്മല ഖബർ മുഖദ്ദമായിട്ട് വരും വേണം, മുബ്തദ മുഅഖറായിട്ടും വരണം. ഇനി നോക്കിക്കോളീൻ. ലീ എനിക്കുണ്ട്, അഹുൻ ഒരു സഹോദരനുണ്ട്, ലീ ജാറ് മജ്റൂറ് ഖബർ മുഖദ്ദം, അഹുൻ മുബ്തദ മുഅഖർ. കണ്ടോ, അഹ് എന്നുള്ള മുബ്തദ നെക്കിറയായി. എന്തുകൊണ്ടാ അത് നെക്കിറയായത്? അതിന്റെ ഖബർ ഏതാണ്? ഷിബുൽ ജുംലയാണ്. ഷിബുൽ ജുംല ആരെക്കാൾ മുന്തിയും ചെയ്തിക്കണേ? എന്നുള്ള മുബ്തദനേക്കാൾ എന്ത് ചെയ്തിക്കണേ? മുന്തിക്കണേ. ആ ഹുന ഇവിടെ അഹുൻ അഹുൻ എന്നുള്ളത് മുബ്തദയാണ്. വൽ ജാറു വൽ മജ്റൂറു ലീ, ലീ എന്ന് പറഞ്ഞ ജാറ് മജ്റൂറ് ഖബറുൻ അത് ഖബറുമാണ്. ആ പിന്നെ അവിടെ കേട്ടെ. അപ്പൊ ഇന്ന് മെയിൻ പഠിച്ചത് എന്താ? അൽ അസ്ലു ഫിൽ മുബ്തദഇ അൻ യകൂന മഅരിഫ. മുബ്തദയുടെ അസ്ൽ ഏതാണ്? മഅരിഫയാണ്. എന്നാൽ വഖദ് യകൂന മുബ്തദഉ നകിറതൻ. ചില സമയത്ത് മുബ്തദ ഏതാകും? മുബ്തദ നക്കിറയാകണമെങ്കിൽ ഒരു നിബന്ധന ഉണ്ട്. എന്താ നിബന്ധന? ആ മുബ്തദയുടെ ഖബർ ശിബുൽ ജുംലയാകണം, ലർഫോ ജാർ മജ്റൂറോ ആകണം. ആ ലർഫും ജാർ മജ്റൂറായ ഖബർ ആരേക്കാൾ അഡ്വാൻസ് ആയി വരണം? മുബ്തദയേക്കാൾ അഡ്വാൻസ് ആയി വരികയും വന്നാൽ നക്കിറ മുബ്തദയാകും. യാ അല്ലാഹ്. അസ്സലാമു